എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ബ്ലൂവാനോ വില്ലൻ അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ കമ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ ഹായ് ആയിട്ട് വരും. സാഞ്ചി ആണെങ്കില് അവനെ ഇടിക്കാനായിട്ട് ഓടിയെടുക്കും. പക്ഷെ അപ്പോഴേക്കും ഒരൊറ്റ അടിയില് സാഞ്ചി തെറിപ്പിച്ചു കളയും. ഉസോപ്പിനാണെങ്കില് അത് കണ്ട് സഹിക്കില്ല. അവനിപ്പോ ആ ബ്ലൂവനെ ഇടിക്കാനായി മുൻപോട്ട് ചാടും. അത് കണ്ട് റോബിൻ, നോ, ഒരു കാരണവശാലും നീ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഉസോപ്പ് അവളുടെ കൈ തട്ടി മാറ്റി അവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴായിരിക്കും തൊട്ടു മുൻപില് ഇപ്പൊ അവനെ കാണാനുണ്ടാവില്ല. അവൻ ആ കമ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇപ്പോ ഉസോപ്പിന്റെ പുറകിലേക്ക് വരും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഫ്രാങ്കി അവനെ കൊണ്ടാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വില്ലൻ അവനെങ്ങനെ ഇത്ര പെട്ടെന്ന് അവിടേക്ക് എത്തി. അപ്പോഴായിരിക്കും ലൂച്ചി പറയാ അവന് ഡോട്ട് ഡോട്ട് ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുണ്ട്. സോ എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഡോർ ക്രിയേറ്റ് ചെയ്ത് അവൻ ഈസിയായി പോകാനായിട്ട് സാധിക്കും. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലൻ അവൻ ഉസോപ്പിന്റെ നെഞ്ചില് ആഞ്ഞെട്ടിക്കും. ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴാണ്. ഉടൻ സാഞ്ചി അവൻ ചാടി വന്ന് വീണ്ടും വില്ലന്റെ മുഖത്ത് ആഞ്ഞു തൊഴിക്കും. പക്ഷെ അവന്റെ ബോഡിയിലാണെങ്കിൽ ഒരു പോറല് പോലും വീഴില്ല. അവൻ അങ്ങനെ കൈമടക്കി സാഞ്ചി കാല് തല്ലി ഒടിക്കും. റോബിൻ ആണെങ്കിൽ അവളുടെ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവൻ അങ്ങനെ ലോക്ക് ചെയ്യും. റോബിൻ പറയും, വേണ്ട വേണ്ട, അവരെ ഇനി അറ്റാക്ക് ചെയ്യണ്ട. അതിനവൻ പറയും, എനിക്ക് അവരെ അറ്റാക്ക് ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും. അവരാണ് എന്നെ ആദ്യം അറ്റാക്ക് ചെയ്തത്. അപ്പൊ അതേസമയം റോബിൻ അവളിപ്പോ ഉസോപ്പിനെ നോക്കും. അവനെ കാണുമ്പോ അവൾക്കിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. വർഷങ്ങൾക്ക് മുൻപ് ഒരു സിറ്റി മുഴുവൻ കത്തി എരിയുമ്പോ അതിന്റെ മുൻപിൽ നോക്കി നിന്ന് പൊട്ടിക്കരയുന്ന ഒരു പഴയ റോബിന്റെ ചിത്രം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റില് റോബിൻ ആണെങ്കിൽ മനസ്സിൽ പറഞ്ഞുറപ്പിക്കും, ഒരു കാരണവശാലും ലൂഫി ആൻഡ് ടീമിന് ഞാൻ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല. സോ എനിക്ക് ഇവന്റെ കൂടെ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൾ സ്ലോ മോഷനില് അവന്റെ കൂടെ പുറത്തേക്ക് പോകും. സാഞ്ചി ഉസോപ്പു ആണെങ്കിൽ വീണ്ടും വീണ്ടും റോബിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനാ വില്ലൻ പറയും, നിങ്ങൾ എത്രയൊക്കെ വിളിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. അവളെ കൊണ്ട് തിരികെ വരാൻ കഴിയില്ല. എഗ്രിമെന്റ് പ്രകാരം അവൾ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബസ്റ്റർ കോൾ അത് വന്നതുകൊണ്ട് തന്നെ ഒരു ഐലാൻഡ് മുഴുവനായും കത്തിക്കേണ്ടതായി വന്നു. ആ ഐലാൻഡിലുള്ള ജനങ്ങളും ഐലാൻഡും മുഴുവൻ കത്തി എരിഞ്ഞിട്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് 8 വയസ്സുള്ള ഈ റോബിൻ മാത്രമാണ്. അതിനുശേഷം അവൾ വളരും തോറും അവളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു കാഴ്ചകൾ മാത്രമായിരുന്നു. സോ ഞങ്ങൾക്ക് ഇവളെ കൊണ്ടുപോയേ കഴിയൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. സാഞ്ചി വീണ്ടും പറയും, നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷിയില്ലേ, അവളെ കൊണ്ടുപോകരുത്. അതിനവൻ പറയും, എനിക്കും അവളോട് സിമ്പതിയുണ്ട്, പക്ഷെ നിയമത്തിന് മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്, എനിക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോഴേക്കും സാഞ്ചി അവൻ ചാടി എഴുന്നേറ്റ് വീണ്ടും ആ വില്ലനെ തൊഴിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ഡോർ ക്ലോസ് ചെയ്ത് ആ വില്ലന്മാരുടെ കമ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ തിരികെ എത്തിയിട്ടുണ്ടാവും. ഫ്രാങ്കിക്കാണെങ്കിൽ ഒന്നും പിടിയിട്ടില്ല. ഇവൾ വീണ്ടും ഇപ്പൊ തിരികെ എത്തിയോ? ഉടനെ ലൂച്ചി പറയും, ആ ഒരു ശബ്ദം ഉണ്ടാക്കരുത്, നമ്മൾ ഓൾമോസ്റ്റ് ആ നേവി ബേസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ അവര് റോബിനെയും ഫ്രാങ്കയെയും അവർ രണ്ടുപേരെയും ഒരു കമ്പാർട്ട്മെന്റിൽ അടച്ചിടും. കട്ട് ചെയ്ത് ഇവിടെ ആ ഒരു പൊന്തൻ തവള അതാ ട്രെയിനിന്റെ മേലേക്ക് ചാടിക്കയറും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം സഹിക്കാൻ കഴിയില്ല. അവൻ വമ്പം കലിപ്പില് അതിനോട് ചോദിക്കും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും, പിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ലൂഫിയും പൊന്തൻ തവളയും തമ്മില് ഒരു അടിയിടി ബഹളം. ട്രെയിനിലുള്ള എല്ലാവരും ഇപ്പൊ ടെൻഷനായി പരസ്പരം നോക്കും. പക്ഷേ സോറോയ്ക്ക് മാത്രം യാതൊരു കുഴപ്പമില്ല. അവൻ ഹാപ്പി ആയിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. അതേസമയം ഗ്രാൻഡ്മ ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ട്രെയിനെ നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ട്രാക്കിലൂടെ കൺട്രോൾ ചെയ്ത് അതിനെ മുൻപോട്ട് കൊണ്ടുപോകും. ഉടനെ നാമി പറയും, ഞാൻ കടൽ ചെക്ക് ചെയ്യാം, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ട്രെയിൻ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് അവളിപ്പോ തല പുറത്തേക്കിട്ട് കടലിലേക്ക് നോക്കും. ഇവിടെ ആ ഗ്രാൻഡ്മയാണെങ്കിൽ തവളയോട് പറയും, എന്തു പറ്റി, നീ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അതിനാ തവള അതെന്തൊക്കെയോ ആ ഗ്രാൻഡ്മയോട് സംസാരിക്കാൻ തുടങ്ങും. ആക്ച്വലി ആ തവള കരുതിയത് ഗ്രാൻഡ്മയും ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മുടെ ആൾക്കാര് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നാണ്. ഉടനെ ഗ്രാൻഡ്മ പറയും, അയ്യോ അല്ല അല്ല, അവർ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയൊന്നും അല്ല,
ഞങ്ങൾ അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. സോ ഒരു പ്രശ്നവും ഇല്ല, നീ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യരുത്. അത് കേൾക്കേണ്ട താമസം ആ തവള അത് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. കട്ട് ചെയ്ത ആ ഫ്രാങ്കി ടീം അവരാണെങ്കിൽ ഫുൾ ആവേശത്തില് ഫ്രാങ്കിയെ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായി ഒരു ബോഗി അതൊഴുകി വരുന്നത് അവരുടെ ശ്രദ്ധയിൽ പെടുക. അവരത് സൂം ചെയ്ത് അതിന്റെ അകത്ത് ആരാണെന്ന് ചെക്ക് ചെയ്യും. പക്ഷെ അവരെ കൊണ്ട് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഉടനെ അവർ പരസ്പരം പറയും അതും ഒരുപക്ഷെ വില്ലന്മാരുള്ള ബോഗിയായിരിക്കും. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും വെപ്പൺസ് ഒക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അപ്പോഴായിരിക്കും അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ബോഗിയിൽ നിന്ന് സാക്ഷാൽ സാഞ്ചി അവൻ പുറത്തേക്ക് വരിക. ഫ്രാങ്കിയൻ ടീം അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അതേസമയം ഇവിടെ അസിസ്റ്റന്റ് പെണ്ണ് അവളാണെങ്കിൽ സീ ട്രെയിനുള്ള എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യും. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളില് നമ്മൾ ഗവൺമെന്റ് ബേസ് എൻസ്ലാവിലേക്ക് എത്താൻ പോവാണ്. സോ എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റോബിൻ ആണെങ്കിൽ ഐസ്ബർഗ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം ഫ്രാങ്കിയോട് പറയും. അത് കേട്ട് ഫ്രാങ്കി അവനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവൻ ആശ്വാസത്തോടു കൂടെ അങ്ങനെ ഇരിക്കും. ആക്ച്വലി ഇവര് 2 പേരുമാണ് ഇപ്പൊ ഗവൺമെന്റിന് ആവശ്യമുള്ള 2 സ്ട്രൈക്കേഴ്സ്. ഫ്രാങ്കിയുടെ കയ്യില് ആ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അത് ഡീകോഡ് ചെയ്യാൻ റോബിനെ കൊണ്ട് കഴിയും. സോ ആ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടി അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ ഈ ലോകത്തുള്ള പൈററ്റ്സിനെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയും. ഇത്രയും കാലമായി ഫ്രാങ്കിയുടെ മുൻ തലമുറകള് അതങ്ങനെ സേഫ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ട് ഒരിക്കലും ആ ബ്ലൂ പ്രിന്റ് വിട്ടുകൊടുക്കാനാവില്ല. വേണമെങ്കിൽ ഫ്രാങ്കിക്ക് ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടാം. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ ആഗ്രഹം റോബിനെ അവളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുപോയി സ്ട്രോ ഹാർട്ട് ടീമിലെ പഴയ മെമ്പറാക്കി മാറ്റണം എന്നാണ്. ഫ്രാങ്കി വീണ്ടും അവളെ നിർബന്ധിക്കും. ഇതൊന്നും സംഭവിച്ചത് നീ കാരണമല്ല. നിനക്ക് വേണ്ടി ഗവൺമെന്റ് ആണ് ഇത്രയും കാലം നിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ കൊന്നു കളഞ്ഞത്. നീ സ്ട്രോ ഹാർട്ട് ടീമിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീയും അവരും സേഫ് ആയിരിക്കും. നമുക്ക് മുൻപില് അല്പസമയം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയെങ്കിലും നീ അതിനെക്കുറിച്ച് ചിന്തിക്കേ. നമ്മളെല്ലാവരും ഇപ്പൊ ഒരുമിച്ച് നിന്ന ഉറപ്പായിട്ടും ഇവരെ ഡിഫീറ്റ് ചെയ്യാം. കട്ട് ചെയ്ത ഇവിടെ ഗ്രാൻമയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ തവളയോട് പറയും. അപ്പോഴായിരിക്കും തവള ഗ്രാൻമയോട് പറയാ, ഇത്രയും കാലവും നിങ്ങൾ എല്ലാവരും കരുതിയത് ഞാൻ ആ സീ ട്രെയിൻ അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ. എന്നാൽ ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ ആ സീ ട്രെയിനില് ഹിറ്റ് ചെയ്ത് എന്റെ ബോഡിയുടെ പവർ അത് എൻഹാൻസ് ചെയ്യുകയായിരുന്നു. അതിന് ഗ്രാൻമ പറയും, ഇത്രയും കാലവും നിന്റെ ട്രെയിനിങ്ങിനൊക്കെ ഇന്നാണ് ഫലം ഉണ്ടാകാൻ പോകുന്നത്. ഞങ്ങളിപ്പോ ഫ്രാങ്കിയെ അന്വേഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചേർന്ന് പോകാമെന്ന് പറഞ്ഞ് ആ തവളയെയും ഗ്രാൻമ ട്രെയിനിലേക്ക് കൊണ്ടുവന്ന് ട്രെയിൻ ഫുൾ സ്പീഡില് അങ്ങനെ കുതിച്ചു പായിപ്പിക്കും. അതേസമയം ഇവിടെ സീ ട്രെയിൻ അതാണെങ്കിൽ നേവി ബേസിൽ എത്തിക്കഴിഞ്ഞു. ഒരുപാട് സോൾജേഴ്സ് ആ ബേസിൽ നിരന്നു നിൽക്കും. അപ്പൊ കുറച്ച് സോൾജേഴ്സ് ചേർന്ന് വലിയ ചെയിനൊക്കെ ഉപയോഗിച്ച് ഫ്രാങ്കിയെ പിടിച്ചു വലിച്ച് അവിടേക്ക് കൊണ്ടുവരും. റോബിനാണെങ്കിൽ ക്യാഷ്വലായി പുറത്തേക്ക് ഇറങ്ങും. ഫ്രാങ്കി ആണെങ്കിൽ ആ ഒരു നേവി ബേസ് കണ്ട് ഷോക്കാവും. വലിയൊരു പാറ, അതിനു ചുറ്റും വലിയ വാട്ടർഫോൾസ്. ആ പാറയ്ക്ക് മുകളിലായാണ് അത്രയും വലിയ നേവി ഫോഴ്സ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ കണ്ണു തള്ളി അത് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.